കരിയർ പളുങ്കുപാത്രമാണ്. പൊട്ടിപ്പോവാൻ വളരെ എളുപ്പമാണ്, തുന്നിച്ചേർക്കാൻ വലിയ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഹൈ ഡി സ്റ്റുഡൻസ്, ഞാൻ റേസിൻ്റെ ഡയറക്ടറാണ് SK. ഞാൻ ഇന്ന് 11ാം ക്ലാസ്സിലേക്ക് കാൽ വയ്ക്കുന്ന കുട്ടികളോട്, എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ കോളേജ് ലൈഫിലേക്ക് കടക്കുന്ന കുട്ടികളോടാണ് ഇപ്പോൾ ഈ സംസാരിക്കുന്നത്. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് 10ാം ക്ലാസ് കഴിഞ്ഞ് ഞങ്ങൾ കോളേജിലേക്കായിരുന്നു പോയിരുന്നത്. ഈ ഹയർ സെക്കൻഡറി ബോർഡ് വന്നതിന് ശേഷം അതിന് അവസാനം ഒരു സ്കൂൾ എന്ന് പേരുള്ളത് കൊണ്ട് നിങ്ങളിപ്പോഴും സ്കൂളിലാണെന്ന് മാത്രം. ശരിക്കും നിങ്ങൾ സ്കൂൾ ലൈഫ് കഴിഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മറ്റൊരു ഫേസിലേക്ക്, സ്പെഷ്യലൈസ് ചെയ്യുന്ന ഒരു ഫേസിലേക്ക് കടന്നിട്ടുണ്ട്. ഒരു സ്കൂളിൽ നിന്ന് ഇപ്പോൾ നിങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞ സ്കൂളിൽ തന്നെ ആയിരിക്കും നിങ്ങൾ ഹയർ സെക്കൻഡറിക്ക് പോകേണ്ടത്, അല്ലെങ്കിൽ മറ്റൊരു സ്കൂളിൽ. അതിനൊരു സ്കൂൾ അന്തരീക്ഷം തന്നെയാണ് ഉണ്ടാവുക. അതുകൊണ്ടൊരു ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇപ്പോഴും അവിടെ തന്നെയാണോ എന്ന് നിങ്ങൾക്ക് തോന്നാനൊരു സാധ്യതയുണ്ട്. നിങ്ങൾ അവിടെയല്ല, നിങ്ങളുടെ ലൈഫിൻ്റെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടം കഴിഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങൾ ഓർമ്മിപ്പിക്കാനാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് വരുന്നത്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 10ാം ക്ലാസ് എല്ലാ കുട്ടികളെയും പാസ്സാക്കി കൊടുക്കാനുള്ളതാണ്. എന്ന് വെച്ചാൽ അവിടെ വലിയൊരു റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. ഒരു കുട്ടിയെ തോൽപ്പിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഉപകാരമില്ലാത്തൊരു കാര്യമാണ് 10ാം ക്ലാസ്. എല്ലാവരും പാസ്സായി പോകുന്നതുകൊണ്ട് ആർക്കും ഒരു കുഴപ്പവുമില്ല. അതുകൊണ്ട് അവിടുത്തെ വാല്യൂഷൻ്റെ കാര്യത്തിലായാലും അതിൻ്റെ സിലബസിൻ്റെ കാര്യത്തിലായാലും അതൊക്കെ ജനറലി കുറച്ച് സിംപ്ലിഫൈഡ് ഫോമിലേക്കായിരിക്കും. എന്നാൽ 11ാം ക്ലാസ് അങ്ങനെയല്ല. 10ാം ക്ലാസ്സിൻ്റെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഞാൻ സയൻസുകാരോടാണ് ഇപ്പോൾ ജനറലി സംസാരിക്കാറ്. എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമാവട്ടെ എന്ന് വിചാരിക്കാം. ഏത് സബ്ജക്റ്റിൻ്റെ കാര്യത്തിലും അതിൻ്റെ ഒരു ലെവൽ, 10ാം ക്ലാസ്സും 11ാം ക്ലാസ് തമ്മിൽ ഒരു ക്ലാസ് ഡിഫറൻസ് അല്ല ഉള്ളത്. ഒരു 9ഉം 10ഉം തമ്മിലോ 8ഉം 9ഉം തമ്മിലോ വ്യത്യാസമല്ല, വലിയ വ്യത്യാസമുണ്ട്. കാരണം 11ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് ഹ്യൂമാനിറ്റീസ് വേറെ വഴിയുണ്ട്, കൊമേഴ്സ് വേറെ വഴിയുണ്ട്, സയൻസ് മറ്റൊരു വഴിയുണ്ട്. ഏത് വഴിയിലേക്ക് പോകുന്ന കുട്ടികൾ മറ്റു കുറേ സബ്ജക്റ്റുകൾ ഒഴിവാക്കിയ കുട്ടിയാണ്. ആ കുട്ടി കുറച്ച് സബ്ജക്റ്റുകൾ മാത്രം പഠിക്കാൻ വിചാരിക്കുമ്പോൾ ആ കുട്ടിക്ക് അത് കൂടുതൽ പഠിപ്പിച്ചിട്ടുണ്ടാവും. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ പൊസിഷൻ ശരിക്കും മനസ്സിലാക്കണം. നിങ്ങൾ ഇപ്പോൾ അവിടെ പോകുന്നു, അതേ യൂണിഫോം ഇരിക്കുന്നു, കൊടയെടുക്കണു, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതേപോലെ തന്നെ മുന്നോട്ട് വന്നിച്ച് 3,80,000 കുട്ടികളോ മറ്റോ ആണ് ഇപ്പോൾ ഈ ഹയർ സെക്കൻഡറിയിലേക്ക് കടക്കുന്നത്. അതിലെങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു 2 ലക്ഷത്തോളം കുട്ടികൾ സയൻസുകാരായിരിക്കും. അവരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ജീവിതത്തിൽ അടുത്ത 10 വർഷം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് എഴുതി വെക്കണം. അല്ലെങ്കിൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 3 ലക്ഷത്തോളം കുട്ടികൾ ഒന്നിച്ച് ചെയ്തുകൊണ്ടിരിക്കണേ. നിങ്ങളൊരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ഏജിൽ 4 ലക്ഷം കുട്ടികൾ 10ാം ക്ലാസ് പാസ്സായി വന്നിട്ടുണ്ടെങ്കിൽ ആ 4 ലക്ഷം പേരെ ഉൾക്കൊള്ളാവുന്നുള്ള സാധ്യത എന്നുള്ളതൊന്നും കേരളത്തിലില്ല. അത് മറക്കരുത്. ഇവിടെ മെഡിക്കൽ കോളേജുകളോ എഞ്ചിനീയറിംഗ് കോളേജുകളോ പ്രൊഫഷണൽ കോഴ്സുകളോ ഡിഗ്രി കോഴ്സുകളോ ഒന്നും ഈ 4 ലക്ഷത്തിന് ഉതകുന്നതല്ല എന്ന് മറക്കരുത്. അതല്ലെങ്കിൽ എവിടെയുമല്ല. എപ്പോഴും കോളേജുകളാവട്ടെ, ആ കോളേജുകളിൽ തന്നെ സ്റ്റാൻഡേർഡ്സ് ഡിഫറൻ്റ് ആയിരിക്കും. അതൊക്കെ മിടുക്കരായിട്ടുള്ള കുട്ടികൾക്ക് പ്ലേസ് ചെയ്ത് വെച്ചതാണ്. നമ്മൾ പഴയ പോലെ തന്നെ അവിടെ ചെന്നിട്ട്, നീ പഠിച്ചിട്ടുണ്ടോ? മറ്റേ കുട്ടിയില്ല. നീ പഠിച്ചിട്ടുണ്ടോ? ഇപ്പുറത്തേക്ക് ഇല്ല, ഞാനും പഠിച്ചിട്ടില്ല. ഇതായിരിക്കും നമ്മുടെ ലൈഫ്. 10ാം ക്ലാസ്സിൻ്റെ പ്രത്യേകം എന്താ അറിയോ? 1 മുതൽ 10ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾ നിങ്ങളെ കൂടെ ഉണ്ടായിരിക്കും. 11ഉം 12ഉം പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികൾ എപ്പോഴും നല്ല തിരക്കിലായിരിക്കും. അവർ എൻട്രൻസ് കോച്ചിങ്ങിന് പോകുന്ന കുട്ടികൾ എൻട്രൻസ് കോച്ചിങ്ങിന് പോകണ്ടായിരിക്കും, ട്യൂഷന് പോകുന്ന കുട്ടികൾ ട്യൂഷന് പോയിരിക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും താല്പര്യമുള്ള കുട്ടികൾ അതിന് പോകണ്ടായിരിക്കും. അതിലൂടെ ഇത് നടക്കും. 2 വർഷം ഉണ്ടാവുള്ളൂ. ഈ കൂടുള്ള കുട്ടി ഈ 2 വർഷം കഴിഞ്ഞാൽ പിന്നെ വാട്സാപ്പിൽ ഒരു ഫ്രണ്ട് ആയിരിക്കും എന്നല്ലാണ്ട് 10ാം ക്ലാസ് എത്തുമ്പോൾ 1 മുതൽ 10 വരെയുള്ള ക്ലാസ്മേറ്റ്സിന്റെ ആ ഒരു മാധുര്യമൊന്നും 11ലും 12ലും പ്രതീക്ഷിക്കരുത്. കാരണം അത് വളരെ വളരെ കൃത്യമായിട്ടുള്ള, അതായത് ഒരു പ്രൊഫഷണൽ കരിയറിൻ്റെയും 10ാം ക്ലാസ്സിന് ഇടയ്ക്കുള്ള വളരെ ചെറിയൊരു ട്രാൻസിഷൻ പീരീഡ് മാത്രമാണ്. ആ സമയത്ത് ചുറ്റുപാടുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നു എന്ന് നോക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എവിടെ എത്താണ്ടാവും. കാരണം അയാൾക്ക് അയാളുടെ പ്ലാൻ ഉണ്ടായിരിക്കും. ആ പ്ലാനിന് നമ്മൾ അറിയാണ്ട് തലവെച്ച് കൊടുക്കും. അതുകൊണ്ട് നിങ്ങൾ പഠിക്കണം എന്ന് എല്ലാ കാലത്തും എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി, മെഡിസിൻ സീറ്റ് നിങ്ങളുടെ ഒരു റേഞ്ചിലുള്ള കുട്ടികൾക്ക് മാത്രം നമ്മൾ മെഡിസിൻ സീറ്റ് തരാൻ നമ്മൾ തീരുമാനിച്ചു നോക്കിയാൽ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർഷം എഴുതുന്ന കുട്ടികൾക്ക് മാത്രമേ മെഡിസിൻ സീറ്റ് കൊടുക്കുള്ളൂ എന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടെന്ന് നോക്കിയാൽ, എങ്കിൽ കേരളത്തിൽ എത്ര പേർക്ക് മെഡിസിൻ കിട്ടണമെന്ന് ആലോചിച്ച് നോക്കൂ. സ്വാശ്രയ കോളേജുകളും ഗവൺമെന്റ് കോളേജിലടക്കം 3000 ചില സീറ്റുകളേ ഉള്ളൂ. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന 3000-ഓളം. പിന്നെ എഞ്ചിനീയറിംഗ് കോളേജിൽ എത്ര സീറ്റുകളുണ്ട്? ഏറ്റവും നല്ല കോളേജുകൾ നോക്കൂ, മാക്സിമം 5000. അങ്ങനെ വരും നോക്കുമ്പോൾ ആ ബൾക്ക് സ്റ്റുഡൻസും ടോപ്പേഴ്സും തമ്മിൽ വലിയ വലിയ വ്യത്യാസം ഉണ്ടായിരിക്കും. എന്ന് വെച്ചാൽ വലിയൊരു ഗ്രൗണ്ട് പോലെ ഏകദേശം 50,000 കാണികൾ ഇരിക്കുന്ന ഒരു വലിയ സ്റ്റേഡിയം ആലോചിച്ച് നോക്കൂ. കളിക്കുന്നത് ഒരു 22 പേരായിരിക്കും. കാഴ്ചക്കാരാണ് ബാക്കിയുള്ള എല്ലാവരും. അതുപോലെ നിങ്ങളിപ്പോൾ അതേ ഗ്രൗണ്ടിലാണ് അല്ലാന്ന് വിചാരിക്കേണ്ട. എല്ലാവരും നിങ്ങളിപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം നമ്മളെല്ലാവരും സ്റ്റേഡിയത്തിലാണ്. അതിലൊരു സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷേ കുറേ ആൾക്കാർ കളി കാണുകയും വളരെ കുറച്ച് ആൾക്കാർ മാത്രം കളിക്കുകയും ചെയ്യും. കളിച്ചാളെ ജയിക്കുള്ളൂ, തോൽക്കുള്ളൂ. അതിനുള്ള സാധ്യത അവർക്ക് മാത്രമേ ഉള്ളൂ.
ഗാലറിയിൽ നിന്ന് കളി കാണുന്ന ആൾക്കാർ അവർക്ക് കളിക്കാനുള്ള ചാൻസ് ഇല്ല, അവർ ജയിക്കില്ല, തോൽക്കില്ല, ജീവിതത്തിൽ വെറും കാഴ്ചക്കാരായി മാറുകയും ചെയ്യും. പിന്നെ ബാക്ക് ബെഞ്ചേഴ്സിൻ്റെ മിടുക്കിൻ്റെ കഥകൾ, പിന്നെ പഠിത്തമൊക്കെ ഒഴിവാക്കി വഴിയിലിട്ടിട്ട് ഫേസ്ബുക്ക് തുടങ്ങിയ ആളുടെ കഥകൾ, മൈക്രോസോഫ്റ്റിൻ്റെ ഹെഡിൻ്റെ കഥകൾ, ഇതൊക്കെ നമ്മൾ കേൾക്കും. ബ്ലോഗേഴ്സിൻ്റെ കഥകൾ, വ്ളോഗേഴ്സിൻ്റെ കഥകൾ, അവർക്ക് കിട്ടിയ വലിയ ഫണ്ടിൻ്റെ കഥകൾ, ഇതൊന്നും അറിയേണ്ട പിന്നെ അഭിനയിക്കാൻ പോയി മറ്റ് കുറേ കരിയറിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ഞാൻ ഒരു കാര്യം പറയട്ടെ, കേരളത്തിൽ ഇപ്പോൾ മെഡിസിൻ മാത്രം നോക്കൂ, ഗവൺമെൻറ് കോളേജുകൾ മാത്രം നോക്കൂ, 1500 പേര് കേരളത്തിൽ നിന്ന് നിങ്ങളുടെ ഇടയിൽ നിന്ന് ഡോക്ടേഴ്സായിട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. 1500 പേര് മറ്റൊരു സ്ഥലത്തും സക്സസ്ഫുൾ അല്ല. മാത്രമല്ല ഇവര് കരിയറിൽ വിജയിച്ച ആൾക്കാർ എങ്ങനെയെങ്കിലും ജീവിക്കും. മറ്റുള്ള ആൾക്കാരുടെ കാര്യത്തിൽ നമുക്കത് ഒരിക്കലും ഉറപ്പ് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പോഴും നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു നോക്കൂ, വളരെ ടോപ്പ് ക്ലാസ് ബിസിനസ്മെൻ അവര് ഭയങ്കരമായിട്ട് കാശുണ്ടാക്കേണ്ടായിരിക്കും, നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ അവരെന്ത് ചോദിച്ചാൽ അവരുടെ കുട്ടികൾക്ക് ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ ആണ് കൊടുക്കാൻ നോക്കുക, ഏറ്റവും മിടുക്കായിട്ടുള്ള കോളേജുകളാണ് പഠിപ്പിച്ചെടുക്കുക. കാരണം അവര് പ്രതീക്ഷിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടി നല്ല കൃത്യമായിട്ട് പഠിക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഒരു മിടുക്കനായി വരികയും എത്രയോ അല്ലെ പിന്നെ അയാൾക്ക് എന്ത് ചെയ്യാം. ഇപ്പോൾ നല്ലൊരു ഹോട്ടൽ നടത്തുന്ന ആളാണ്, 10ാം ക്ലാസ്സിൽ കുട്ടിയോട് പറയാൻ നിർത്ത്, ഹോട്ടലിൽ വന്നിരിക്കും. ഇയാൾ ഫാദർ പൈസ ഉണ്ടാക്കിയതോ ഒക്കെ ഇതിൻ്റെ മുകളിൽ നിന്നായിരിക്കാം. പക്ഷെ അവർ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ല എഡ്യൂക്കേഷനാണ്. കാരണം ഇത് ആഷ്വേർഡ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ മാത്രമേ എല്ലാ കാലത്തും 100% ഉറപ്പോടെ നിങ്ങളെ കൂടെ നിൽക്കുള്ളൂ. ബാക്കിയുള്ള നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. ഇത് നിങ്ങൾക്ക് ഉറപ്പാണ്. ഞാനൊക്കെ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആരെങ്കിലും മുന്നിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തെളിയിക്കേണ്ട ഒരു സ്ഥലത്ത് ആ സ്റ്റെതസ്കോപ്പ് ഒരു ആണിയിൽ ഇങ്ങനെ തൂക്കിയിടാം. എന്നിട്ട് ആരെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളോട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇൻലോൻ്റെ വീട്ടിൽ നിന്നോ ഫാദറിലോ മദറിലോ ഒക്കെ എന്തെങ്കിലും പറയുന്ന കാലത്ത് ഒന്നത് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക. എന്നിട്ട് ഞാൻ എത്ര മിടുക്കനായിരുന്നു എന്നതിലേക്ക് നോക്കാൻ പറയാം. അതോടെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു കിട്ടും. നിങ്ങളുടെ കൂടെ എല്ലാ കാലത്തും നിങ്ങളുടെ കരിയർ ഉണ്ടായിരിക്കും. അതുകൊണ്ട് വളരെ സ്പെഷ്യലൈസ് ചെയ്ത ഫീൽഡിലേക്ക് ആദ്യമായിട്ട് കടക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് വിശ്രമം ഒന്നും ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഉണ്ടാവുന്ന കഥകളും കളികളും തമാശകളും. ഇപ്പം ഞാനിവിടുന്ന് ബാംഗ്ലൂരിൽ പോകണു, ഒരു 10 സ്പോട്ടിൽ വണ്ടി നിർത്തുന്നു, ഫുൾ ഫോട്ടോസ് എടുക്കുന്നു. 10 ആഴ്ചകളായിട്ട് ഞാനത് ഫോട്ടോ അങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കണം. നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ 24 മണിക്കൂർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ്. അങ്ങനെയൊന്നല്ല. എല്ലാവരും ജീവിതത്തിലും എല്ലാവരും നന്നായി കഷ്ടപ്പെടുന്നുണ്ട്. വിജയിച്ച ഓരോരുത്തരും ആ ഒരു റേഞ്ചിലേക്ക് എത്താൻ എത്ര ദിവസം എത്ര മണിക്കൂറുകൾ മെനക്കെട്ടിട്ടുണ്ടെന്നുള്ളത് ഓരോരുത്തരുടെയും കഥകൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവരെത്രത്തോളം മെനക്കെട്ടിട്ടുണ്ട്. ഓരോന്നും നമുക്ക് വെറുതെ കിട്ടില്ല. കരിയർ പളുങ്കുപാത്രമാണ്, പൊട്ടിപ്പോവാൻ വളരെ എളുപ്പമാണ്, തുന്നിച്ചേർക്കാൻ വലിയ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ചുറ്റുപാടുകളിൽ നിന്നും എല്ലാ സമയത്തും നിങ്ങൾക്ക് പലതരത്തിലുള്ള ടെംപ്റ്റേഷൻസ് വരുന്ന സാധ്യത ഉണ്ട്. ആ സമയത്തൊക്കെ 10 വർഷം കഴിഞ്ഞിട്ട് ഞാൻ എന്താവണം, അതിൻ്റെ താഴേക്കുള്ള ഓരോ വഴികളിലും ഞാൻ ഏതൊക്കെ സ്റ്റെപ്പ് എടുക്കുന്നുള്ളത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക. അതിൻ്റെ ഉള്ളിലേക്ക് വരാവുന്ന എല്ലാ എൻജോയ്മെൻറ്റിലേക്ക് പോവുക. അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും കിടക്കരുത്. ഫ്രണ്ട്സാണ്, ഒന്ന് വലിച്ചു നോക്കൂ, വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞ ചില സാധനങ്ങളൊക്കെ തരും. ഒന്ന് പ്രേമിച്ച് നോക്കൂ, വലിയ കുഴപ്പമില്ല എന്ന് വേറെ കുറച്ച് ആൾക്കാർ പറയുണ്ടാവും. ക്ലാസ് കട്ട് ചെയ്യാൻ ആ ഒന്നും പ്രശ്നമല്ല എന്ന് വേറെ കുറേ ആൾക്കാർ പറയുണ്ടാവും. എല്ലാം ടെംപ്റ്റേഷൻസ് ആയിരിക്കും. നമ്മളെ ലക്ഷ്യത്തിനോട് ചേരാത്ത ഒന്നും ജീവിതത്തിലേക്ക് എടുക്കാൻ നിൽക്കരുത്. അത് നിങ്ങൾ തീരുമാനിക്കുന്ന പോലെ നിങ്ങളുടെ ജീവിതം പോകണം. അതല്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ള ആൾക്കാർ തീരുമാനിക്കുന്ന പോലെ നിങ്ങളുടെ ജീവിതം പോകും. അതുകൊണ്ട് അതിനുള്ള വഴി ഉണ്ടാക്കരുത്. ആദ്യത്തെ ദിവസം നിങ്ങളോട് എനിക്ക് ഇതാണ് പറയാനുള്ളത്. ഇനി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇങ്ങനത്തെ ഓരോ വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.